എന്തായാലും ഒരു കാത്തിരിപ്പാണല്ലേ, അഗ്നി പകർന്ന് കഴിഞ്ഞാൽ ഇനി പൊങ്കാല ഇടണം. അടുത്ത 10:15 അഗ്നി പകരും, അപ്പോഴത്തേക്ക് പൊങ്കാല ഇടണം. അതിൻ്റെ കാത്തിരിപ്പിലാണ്. ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി? എല്ലാം ചെയ്തു. എവിടുന്നാ വരുന്നേ? ഞാൻ പൗടിക്കോണത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ പൊങ്കാല വന്നു തുടങ്ങിയിട്ട്? ഒത്തിരി വർഷമായി. 10ാം ക്ലാസ് മുതലാണ് അമ്മയുടെ കൂടെ വന്നു തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഒരു 10-15 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് വരാറുണ്ട്. കുഞ്ഞിലേക്ക് വരുമ്പോൾ എങ്ങനെയാ പൊങ്കാല ഇടുമ്പോൾ കണ്ടുപഠിക്കുന്നതാണല്ലേ? അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ഇടാനും പഠിച്ചു. മണ്ടപ്പൂറ്റ് തെരളി എല്ലാം ഉണ്ടാക്കാനും അറിയും. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ അമ്മയോടൊപ്പവും മുത്തശ്ശിയോടൊപ്പം ഒക്കെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി വന്ന് അങ്ങനെ പഠിച്ച് പിന്നീട് സ്വന്തമായി തന്നെ പൊങ്കാല ഇടുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന കുറേയധികം പേര്. നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ അങ്ങനെ അവരൊക്കെ തന്നെ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള ഈ ഒരു അടുപ്പ് കൂട്ടി ഇങ്ങനെ വച്ചിരിക്കുന്ന സ്ഥലത്തൂടെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയൊക്കെ അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് അവരിങ്ങനെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിൽ, ആ തിരളി ഉണ്ടാക്കുന്നതിനും മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ജാതി മത വർഗ വർണ്ണ ഭേദം ഒക്കെ ഒന്നുമില്ലാതെ തന്നെ ഒരേ മനസ്സോടുകൂടി ഓരോരുത്തരും അമ്മയ്ക്ക് അർപ്പിക്കുന്ന പൊങ്കാല. അത് ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ദിവസം. കൃത്യമായിട്ടുള്ള ഗതാഗത നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭക്തർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങുകയാണ്. അതോടൊപ്പം ഈ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മാത്രമല്ല, അതിന് പിന്നിലൊരു അതായത് പുരുഷ സമൂഹവും കൂടെ, അവർക്ക് കൂടെ ഈ ഒരു പൊങ്കാലയുടെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരും അങ്ങനെ സജീവമായി തന്നെ ഇപ്പോൾ സേവന പ്രവർത്തനങ്ങളായാലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള പാനീയങ്ങളായാലും എല്ലാ തരത്തിലും അവർക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അസ്വസ്ഥത ഏതെങ്കിലും ഒരു ഭക്തർക്കുണ്ടായാൽ അവർക്ക് വേണ്ട ആംബുലൻസ് സംവിധാനങ്ങളടക്കം സേവാഭാരതി അടക്കം സജീവമായി നിരവധി യുവാക്കൾ ഈ ഒരു പൊങ്കാലയുടെ ഭാഗമായി സേവന പ്രവർത്തനങ്ങൾക്കായി ഇവിടെയുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ അടുപ്പുകളും അങ്ങനെ അതിന് സമീപത്തായി കാത്തിരിക്കുന്ന ജനങ്ങളെയാണ്, ഈ ഭക്തജനങ്ങളെയാണ്. എന്തായാലും നിരവധിയായി ഇവിടെ ആളുകൾ, അതായത് ഭക്തജനങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇവിടെ സേവന പ്രവർത്തനത്തിനായി അതിൻ്റെ ഭാഗമായൊക്കെ നിൽക്കുന്ന ആളുകൂടെയാണ് ഇപ്പോൾ. എന്തായി ഒരു ഒരുക്കങ്ങളൊക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ? ഇത് നമ്മുടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വൈദ്യസഹായ കേന്ദ്രങ്ങൾ ഏകദേശം 16 കേന്ദ്രങ്ങളിൽ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വിവിധ സ്ഥലങ്ങളിൽ ആ ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവിധ അത്യാവശ്യ കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ചികിത്സാ സഹായം, അതോടൊപ്പം തന്നെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഏകദേശം ഒരു 600ഓളം സന്നദ്ധ സേവന പ്രവർത്തനം ചെയ്യുന്ന സേവാഭാരതിയുടെ വോളണ്ടിയേഴ്സും ഉണ്ട്. എല്ലാ രീതിയിലും എല്ലാ മുൻ വർഷങ്ങളിലെ പോലെ തന്നെയാണ് ഒരു സന്നദ്ധ സേവന പ്രവർത്തനം സേവാഭാരതിയുടെ നേതൃത്വത്തിലും ഈ ആറ്റുകാൽ പൊങ്കാലയിൽ ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് യുവാക്കളും അതോടൊപ്പം തന്നെ എല്ലാവരും, അതായത് സ്ത്രീകളുടെ ശബരിമലയാണെന്ന് അറിയപ്പെടുമെങ്കിലും എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരു പിന്തുണ അവർക്ക് നൽകുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. ഇതിന് കുറേ കൂടെ പ്രാധാന്യത്തോടു കൂടി സർക്കാരും കൂടെ ഈ കാര്യത്തിൽ കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പം കുംഭമേള നടന്നു. ആ കുംഭമേളയ്ക്ക് UP സർക്കാർ എത്രയാണോ പ്രാധാന്യം നൽകിയത്, അതേ ഒരു പ്രാധാന്യം ഈ ആറ്റുകാൽ പൊങ്കാല, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് അമ്മമാരുടെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പിക്കുന്ന സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാൽ പൊങ്കാലയും ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പരിശ്രമം കൂടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും അതൊക്കെ തന്നെയാണ്. ഓരോ സേവാഭാരതി പ്രവർത്തകരും ഇവിടെ സജീവമായുണ്ട് എല്ലാവിധ സേവനങ്ങൾക്കും വേണ്ടി. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ ആവശ്യമൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. കാരണം ആറ്റുകാൽ പൊങ്കാല ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു ഉത്സവം, ഈ ഒരു പൊങ്കാലയ അതിനുവേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഒരുങ്ങണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണമെന്നാണ് അവരൊക്കെ ആവശ്യപ്പെടുന്നത്. അമ്മമാരൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഈ ഒരു അഗ്നി പകരുന്നതെന്ന് നോക്കി. കാരണം ഒരു സമയം പറഞ്ഞിട്ടുണ്ട്, പണ്ടാര അടുപ്പിൽ അവിടെ അഗ്നി പകരുമ്പോഴാണ്, അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും ഈ ഓരോ കലങ്ങളിലും ഈ അരിയിട്ടുകൊണ്ട് ശർക്കര ചേർത്തുകൊണ്ട് ഈ ഒരു പായസം, ഈ പൊങ്കാല ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഓരോ വിഭവങ്ങളും, ഓരോ തെരളിയായാലും മണ്ടപ്പുറ്റായാലും അതൊക്കെ തന്നെ ഈ അഗ്നി പകർന്നതിന് ശേഷം, ഇങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷമാകും പ്രാർത്ഥനയോടെ അവർ ഇതൊക്കെ ഉണ്ടാക്കുക. എന്തായാലും അതിന് മുന്നിൽ, ആ അടുപ്പുകൾക്ക് മുന്നിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ അടുപ്പുകളും വ്യത്യസ്തമായിട്ടുള്ള അടുപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോന്നിലും പുഷ്പങ്ങൾ വച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മൺകലങ്ങൾ വച്ചതുണ്ട്.
അങ്ങനെ ഓരോ അടുപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ കല്ലുകൾ അടുക്കിയിരിക്കുന്നത്, ഈ അടുപ്പുകൾ അങ്ങനെ അടുക്കിയിരിക്കുന്നത് കിലോമീറ്ററുകളോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അതായത് എല്ലാ മനുഷ്യർക്കും, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും അവർക്കൊക്കെ ഒരുപോലെയാണ്, ഒരേ വികാരം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അവർക്കൊക്കെ തന്നെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം, അത് ദിവസങ്ങളായി തന്നെ ആറ്റുകാൽ ഉത്സവം തുടങ്ങുമ്പോൾ തന്നെ അനന്തപുരി ഒന്നാകെ അങ്ങ് മുഴുവനായും ഉത്സവ ലഹരിയിലേക്ക് മാറും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് എവിടെ നോക്കിയാലും അനന്തപുരി ഒന്നാകെ ഒരു യാഗശാലയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും ഇന്ന് കാണുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ ചുറ്റിലും വരുമ്പോൾ എല്ലാ ഭാഗത്തും അമ്മമാരും കുട്ടികളും എല്ലാം അങ്ങനെ കാത്തിരിക്കുന്ന കാഴ്ച തന്നെയാണ്. അവരൊക്കെ ഈ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അവരിങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തി ഇതൊക്കെ തന്നെ സ്ഥലമൊക്കെ നോക്കി വെച്ചെങ്കിലും അവർ ഒരു വർഷമായി എങ്ങനെ അടുത്ത പൊങ്കാലയുടെ ഭാഗമാണ്, എങ്ങനെ അടുത്ത പൊങ്കാലയ്ക്ക് പോകാമെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കും. അത് തന്നെയാണ് ഓരോ വർഷവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അമ്മമാരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് വന്നതാ പത്തനാപുരത്തുനിന്ന്. ഇന്നലെ വൈകിട്ട് വന്നു, അത് അമ്പലത്തിൽ പോയി തൊഴുതു. അന്നേരം മുതൽ ഇവിടെ വന്ന് അടുപ്പം കൂട്ടിയിരിക്കുക. ഇനിയും പൊങ്കാല ഇടുന്ന അമ്മയെ കാത്ത് ഇങ്ങനെ ഇരിക്കുക. പൊങ്കാല കഴിഞ്ഞ് തൊഴുവാൻ പറ്റി, നല്ലപോലെ തൊഴുവാൻ പറ്റി. തൊഴുത് സന്തോഷമായി, എല്ലാം തൃപ്തികരമായി. ഇനി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് പോകണം. എല്ലാ വർഷവും വരുന്നത് പത്തനാപുരത്ത് നിന്ന് എല്ലാ വർഷവും തലേന്നേ വരും. പൊങ്കാല തിളയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് അറിയും, അതുപോലെ തിളയ്ക്കും. അമ്മ അതുപോലെ നമുക്ക് അനുഗ്രഹം തരും. സന്തോഷമായി. തീർച്ചയായും ഓരോ ഭക്തരും പറയുന്നത് അത് തന്നെയാണ്. കാരണം പൊങ്കാല തിളയ്ക്കുമ്പോൾ അവരുടെ മനസ്സും അതുപോലെ നിറയുകയാണ്. തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ വിഷമങ്ങളും അമ്മയോട് പങ്കുവച്ച് അമ്മയ്ക്ക് ഈ നിവേദ്യം അർപ്പിച്ചുകൊണ്ട്, ഈ ഒരു പൊങ്കാല അർപ്പിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ അനുഗ്രഹവുമായി ഇവിടെ നിന്നും മടങ്ങും. അമ്മയുടെ അനുഗ്രഹവുമായി അമ്മ ഈ ഒരു പൊങ്കാലയിൽ അവസാനം നിവേദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് അവിടെ നിന്നും ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇങ്ങോട്ടേക്ക് ഓരോരുത്തരും അർപ്പിച്ചിട്ടുള്ള പൊങ്കാലയിലേക്ക് നിവേദ്യം അർപ്പിക്കും. അതിന് ശേഷമായിരിക്കും ഇവിടെ നിന്നും ഓരോരുത്തരും മടങ്ങുക. എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും അവരുടെയൊക്കെ മനസ്സിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചിരുന്നു. അവരുടെ കുഞ്ഞുനാൾ മുതലുള്ള അനുഭവങ്ങളുണ്ട്, പൊങ്കാലയുടെ ഭാഗമാകുന്ന ഓരോ കാര്യങ്ങൾ. അതായത് അമ്മയോടും മുത്തശ്ശിയോടും ഒപ്പം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്കൊക്കെ തന്നെ വലിയ സന്തോഷമായിരുന്നു. അതുതന്നെയാണ് ഇന്നും ആ ഒരു സന്തോഷം. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊക്കെ, അവരുടെ മുഖത്ത് വിടരുന്ന ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. അത് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ അവർ ഓരോരുത്തരും ഓരോ കുടുംബം, അതായത് ഒരു സ്ഥലത്തു നിന്നൊക്കെ ചിലപ്പോൾ ഒരു വാഹനത്തിലൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരൊക്കെ ഓരോരുത്തരും അടുത്തുള്ള അയൽവക്കക്കാരായിരിക്കും. അവരൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ബന്ധുക്കളൊക്കെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു ദിവസം, അത് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ചിലവഴിക്കുകയാണ് എന്ന് ഉള്ളത്. അതായത് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട്. അത് തന്നെയാണ്, അവരെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നതും. അവരൊക്കെ വർഷങ്ങളായി പൊങ്കാലയുടെ ഭാഗമാകുന്നവരാണ്. ഇവിടെ നമുക്ക് അമ്മമാരെ കാണാൻ സാധിക്കും. അമ്മമാരൊക്കെ അങ്ങനെ രാവിലെ ഇവിടെ എത്തിയവരാണ്. അവരൊക്കെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മ എത്രാമത്തെ വർഷമായി ഇപ്പോൾ? ഇപ്പം 10-20 വർഷമായി പനെ. ഇനി പണ്ടാര അടുപ്പിൽ കത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്തുമല്ലേ? ആ പണ്ടാര അടുപ്പിൽ കത്തിച്ച് കഴിയുമ്പോൾ ഞെട്ടെത്തും. കുഞ്ഞുനാളിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. കുഞ്ഞിലേ വരണം, ഒരു 6 വയസ്സായപ്പോഴേ വരണാണ്. ഇപ്പം 70 വർഷമായി, 70 വയസ്സായി. അന്ന് തൊട്ട് ഇന്ന് വരെ മുടക്കിയിട്ടില്ല. തൊഴുതായിരുന്നോ? അപ്പോൾ അന്ന് നടയിൽ പോയില്ല, ഇവിടെ തൊഴുതു. ഇവിടെ നിന്ന് തൊഴുതു? ആ തൊഴുതു. അടുത്ത വർഷവും നമുക്ക് വരാൻ സാധിക്കും. അടുത്ത വർഷവും വരാൻ സാധിക്കട്ടെ. എല്ലാ ദേവിക്ക് അനുഗ്രഹം തരട്ടെ, ദേവി അനുഗ്രഹം തരട്ടെ. പൊങ്കാലയിട്ട് മടങ്ങുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി അതൊരു സന്തോഷത്തോടു കൂടി പോകും. ഇനി അടുത്ത വർഷത്തെ കാത്തിരിപ്പിലാണ്. ഓരോ വർഷവും അങ്ങനെ കാത്തിരിപ്പാണ്. അടുത്ത ഓരോ വർഷവും കാത്തിരിപ്പാണ്. അമ്മ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ ഒരു പൊങ്കാലയ്ക്ക് വന്നപ്പോ? ഒരു കുഴപ്പമില്ല, നല്ല ഇത് തന്നെ, നല്ല സുഖം തന്നെ. രാവിലെ എത്തിയോ? രാവിലെ ഒരു 6:45 എത്തി.
അപ്പോൾ എന്തായാലും അവരൊക്കെ അങ്ങനെ ആ ഒരു പൊങ്കാലയുടെ ഭാഗമാകുമ്പോൾ അവരുടെ മനസ്സിലെ സന്തോഷവും കൂടെ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഓരോരുത്തരും അങ്ങനെ ഇരിക്കുകയാണ്. ഇനി പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടിയാണ് ഇവിടേക്ക് അഗ്നി എത്തി അതിനുശേഷമാണ് ഈ പൊങ്കാല ഇടുന്നത് ആരംഭിക്കുക. എന്തായാലും അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവരങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവരൊക്കെ വീടുകളിൽ നിന്നും വരുമ്പോൾ കയ്യിലൊരു കിറ്റുണ്ടാകും, പാത്രങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ മൺകലങ്ങളുണ്ടാകും. അത് കൊണ്ടുവന്ന് ഇവിടെ വച്ച ശേഷം, അടുപ്പിൽ വച്ച ശേഷം അതിലാണ് പൊങ്കാല ഇട്ട് ഇത്തരത്തിൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈയൊരു കാലഘട്ടത്തിൽ ഇവിടെ അവർക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സംഘടനകളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ വിവിധ ആളുകൾ, അതായത് ഈ കൊതുമ്പൊക്കെ തന്നെ നമുക്കിന്നിവിടെ വാങ്ങാൻ കിട്ടും. ഈ സ്ഥലത്ത് തന്നെ കലമായാലും ഈ കല്ലായാലും എല്ലാം തന്നെ ഇവിടെ വാങ്ങാനും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി വാങ്ങി പൊങ്കാല ഇട്ട് പ്രസാദവുമായി മടങ്ങുന്നവരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഓരോരുത്തരും കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ കലങ്ങളും അതോടൊപ്പം തന്നെ ഓരോ അടുപ്പിന് മുകളിൽ എന്താണോ അമ്മയ്ക്ക് അർപ്പിക്കേണ്ടത് അതിനുവേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവരെ അങ്ങനെ അമ്മമാരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. വെയിലുണ്ട് ചെറുതായിട്ട്, രാവിലെ തന്നെ ഈ ഒരു വെയിൽ ചെറുതായിട്ടുണ്ട്. അമ്മമാരങ്ങനെ തലയിൽ അങ്ങനെ തോർത്തൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ വെയിൽ കുറച്ചുകൂടെ ശക്തിയോടെ വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ ഈ ഒരു പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്, അവർക്ക് പ്രാർത്ഥനയോടുകൂടി പൊങ്കാലയുടെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ വർഷക്കാലവും ഈ ഒരു ആറ്റുകാൽ പൊങ്കാല അത് കൂടുതൽ പ്രസിദ്ധി ആർജിച്ചു വരികയാണ്. അതായത് പണ്ടുകാലം മുതൽക്കേ ഭക്തജനങ്ങളുടെ എണ്ണം കൊണ്ട്, പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കൊണ്ട് ഏറ്റവും വലിയ ഒരു ഉത്സവമായി അല്ലെങ്കിൽ ഒരു ദിവസമായി ഈ ഒരു ആറ്റുകാൽ പൊങ്കാല മാറുകയാണ്. അതും സ്ത്രീ ഭക്തജനങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനം. അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ഭക്തർ അവരോരോരുത്തരും ഈ ഒരു പൊങ്കാലയുടെ ഭാഗമാകുവാൻ അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കുവാൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നമ്മളോടൊപ്പം ഒരു കുഞ്ഞു ഭക്ത കൂടെ ഉണ്ട്. അത് ചന്ദനം തൊടുകയാണ് ഈ ഒരു കലത്തിൽ. എന്താ പേര്? നേത്ര. എത്രാമത്തെ പ്രാവശ്യമായി ഇപ്പൊ പൊങ്കാലയ്ക്ക്? ആദ്യമായിട്ടാ. എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോ? എങ്ങനെയുണ്ട്? എന്താ ചെയ്യുന്നേ? ചന്ദനം ഇടുക. അപ്പൊ ഇനി എന്താ ഉണ്ടാക്കുന്നത്? സ്പെഷ്യൽ എന്താ? മണ്ടപ്പുറ്റും പായസവും. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഈ ഒരു പൊങ്കാല ഇടുന്ന ആ ഒരുക്കത്തിലാണ്. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ഈ കലത്തിൽ അങ്ങനെ പൂ ചുറ്റി അതോടൊപ്പം തന്നെ ചന്ദനം തൊട്ട് അങ്ങനെ അതിന് വേണ്ട അവലും മലരും പഴവും നാളികേരവും തിരിയുമൊക്കെ ഇട്ട് അങ്ങനെ അടുത്തൊരു ഇലയുണ്ട്. അത്തരത്തിൽ വളരെയധികം ഭംഗിയോടുകൂടി പൊങ്കാല ഇടുന്നു. എന്തായാലും അവരൊക്കെ തന്നെ ആദ്യമായി എത്തുന്ന കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ പൊങ്കാല ഇടുന്ന കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവിടെ കുഞ്ഞുങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ളതാണ്. ഈ പൊങ്കാലയുടെ ഭാഗമായി ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടേക്ക് എത്തുന്നു അമ്മമാരോടൊപ്പം എന്നുള്ളതാണ്. കാരണം അവർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒന്നുകൂടെയാണ്. കാരണം തിരളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഗന്ധമുണ്ട്. അതായത്